പ്രിയമുള്ളവരെ, പുതിയ ഐറ്റം ഇതാ ഇറങ്ങിയിട്ടുണ്ട്, കാണണം. അത് പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. പള്ളിപ്പെരുന്നാള് കൊഴിപ്പിക്കാൻ, യുവജനങ്ങളെയും കുട്ടികളെയും ഉഷാറിലാക്കാൻ എന്നതാണ് റഷ്യൻ സുന്ദരികളെ നാട്ടിലോട്ട് ഇറക്കി ഇതാ നഗ്ന നൃത്തം നടത്തി പെരുന്നാൾ കൊഴിപ്പിക്കുകയാണ്. കേരളത്തിൽ അതിന് തുടക്കം കുറിച്ചിരിക്കുക. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, അതീവ വേദനയോടും ദുഃഖത്തോടുമാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. 3 ദിവസം മുമ്പാണ് ചില വീഡിയോകൾ എനിക്ക് ഒന്നിലധികം പേര് അയച്ചു തന്നു. ബ്രദർ, എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണം, ഒരു സന്ദേശം കൊടുക്കണമെന്ന് പല മേഖലകളിൽ നിന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ എനിക്ക് ചെയ്യാതിരുന്നത് തൊണ്ടയ്ക്ക് നല്ല വേദനയായതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ചെയ്യുവാനായിട്ട് ദൈവം കൃപ തന്നിരിക്കുകയാണ്. ആയതിനാൽ അതീവ വ്യസനതയോടെ ഞാൻ നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഒരുപക്ഷെ നീണ്ടുപോകാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴൊന്ന് കാണുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ സമയമുള്ളപ്പോൾ നിങ്ങൾ മനസ്സിരുത്തി സ്വസ്ഥമായിട്ട് ഇത് വീണ്ടും മുഴുവനായിട്ട് കാണണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളികളിൽ കാണിച്ചു കൂട്ടുന്ന, പ്രത്യേകിച്ച് തിരുനാളിനോട് അനുബന്ധിച്ച് കാട്ടിക്കൂട്ടുന്ന വികൃതമായ പേക്കോലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശുദ്ധരുടെയും പേരിലാണ് പല ഇടവകളിലും ഈ തിരുനാളുകൾ ആചരിച്ചു വരുന്നത്. ഓരോ ദേവാലയങ്ങളും തിരുനാളുകൾ ആചരിക്കുന്നതിന്റെ കാരണം തന്നെ ആ ഇടവക ജനങ്ങളുടെ വിശുദ്ധീകരണമാണ് ആത്യന്തികമായ ലക്ഷ്യം. ആ വിശുദ്ധയെയോ അനുസ്മരിച്ചുകൊണ്ട് ആ വിശുദ്ധന്റെ പുണ്യ ജീവിതങ്ങൾ, സ്വഭാവങ്ങൾ, ആത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് ആണ് ആ വിശുദ്ധയോ ഇടവകളിൽ ഉയർത്തിക്കാട്ടി അവരുടെ ആ ദിവസം തന്നെ ഒരു തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഇടവക ജനത്തിന്റെ വിശുദ്ധീകരണമാണ്, ആത്മീയ വളർച്ചയാണ് അതിന്റെ പിന്നിലെ ലക്ഷ്യം. അവർ ആ ദിവസങ്ങളിൽ വചനം കേട്ട്, ധ്യാനം കൂടി, നല്ല ഉപസാരം നടത്തി, നല്ല പ്രസംഗങ്ങൾ കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ആ തിരുനാൾ കുർബാനയിൽ പങ്കെടുത്ത് ഒരു ആത്മീയ ഭക്തിയിലും വിശുദ്ധിയിലും ആത്മീയ ചൈതന്യത്തിലും മടങ്ങിപ്പോകണം എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വിശുദ്ധരായിരിക്കുന്ന ആത്മാക്കളുടെ ലക്ഷ്യം. അതായിരുന്നു. ഇന്ന് അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറി കഴിഞ്ഞു എല്ലായിടത്തും തന്നെ. വളരെ മോശമായ കൂതറ പരിപാടി എന്നൊക്കെ അങ്ങനൊരു വാക്കുണ്ട്. അങ്ങനെ ഉള്ള പരിപാടികളാണ് ദേവാലയത്തിനോടനുബന്ധിച്ച്, പ്രത്യേകിച്ച് തിരുനാളുമായി ബന്ധപ്പെട്ട് ഇന്ന് പള്ളികളിലേക്ക്, പള്ളി മോണ്ടലത്തിലേക്ക്, അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത്. നമ്മൾ വെറുക്കുന്ന, ദൂരെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, വൈകൃതങ്ങളെ, അശ്ലീലമായ അശുദ്ധമായ പ്രവർത്തികളെ തിരുനാളിന്റെ പേരിൽ ആ പെരുന്നാൾ കമ്മിറ്റിക്കാരും അത് നടത്തുവരും, പാരിഷ് കൗൺസിൽ അംഗങ്ങളും വികാരിമാരും എല്ലാം സമ്മതിച്ച് അതിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് സഭയുടെ വലിയ അധപ്പതനമല്ലാതെ എന്താണ് പറയാനുള്ളത്? സകല നന്മകളും മുടിചൂടി നിൽക്കുന്ന സഭയെന്ന് പ്രാർത്ഥനാവേളയിൽ കുർബാനയിൽ പറയുന്നുണ്ടെങ്കിലും എന്താണ് സഭയ്ക്കകത്ത് ഇപ്പോൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള, ചീഞ്ഞു നാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ സഭ ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണം നമുക്ക്. കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതൊരു സ്റ്റാർട്ടിംഗ് ആണ്. എന്താണ്? റഷ്യയിൽ നിന്നുള്ള സുന്ദരിമാരെ, പോളണ്ടിൽ നിന്നുള്ള സുന്ദരിമാരെ ഇറക്കി പ്രത്യേകമായ ബെല്ലി ഡാൻസ് എന്നാ പറയുന്നത്. ബെല്ലി ഡാൻസ്. എന്താ ബെല്ലി ഡാൻസ് എന്ന് പറയും? ബെല്ലി എന്ന് പറഞ്ഞാൽ വയറ് കുലുക്കി ഉള്ള ഡാൻസ് ആണ്, നഗ്ന നൃത്തമാണ്. നെറ്റ് പോലുള്ള ചെറിയ തുണികൾ കാണും താഴോട്ട്, ഷഡ്ഡി കാണാം, ബ്രേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇട്ടുകൊണ്ട് വയറിട്ട് കുലുക്കി, അങ്ങനെ മേൽഭാഗങ്ങളും കുലുങ്ങിക്കൊണ്ടുള്ള ശരീരത്തിലെ നഗ്ന അവയവങ്ങളെല്ലാം കുലുക്കിയുള്ള ഡാൻസ് ആണ്, നഗ്ന നൃത്തമാണ്
ഈ ബെല്ലി ഡാൻസ് എന്ന് പറയുന്നത്. ഇത് അന്യ രാജ്യങ്ങളിൽ ഉള്ളതാ, അത് ഇങ്ങോട്ട് വന്നു. വരാനായിട്ടൊരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ഹോളിലാൻഡ് സന്ദർശനം. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എന്നോട് പറയുണ്ടായി, ഹോളിലാൻഡ് സന്ദർശനം പോകുന്നവരെല്ലാം ഏറ്റവും അവസാനത്തെ ട്രിപ്പ്, ഭൂരിഭാഗം ട്രിപ്പുകളുടെയും അവസാന ട്രിപ്പ് ഒരു ബോട്ടയിലുള്ള യാത്രയാണ്. ഈ ബോട്ടയിൽ ഈ പ്രോഗ്രാമിന്റെ കൂടെ വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബെല്ലി ഡാൻസ്. അപ്പൊ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചത് ഒരു ആത്മീയ അരൂപിയിൽ വരുന്നവര് ഈ അവസാനത്തെ ബോട്ട് യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ അത് മുഴുവൻ ചോർന്നു പോകുന്ന, നാണം കെട്ട്, ആദ്യമായിട്ടൊക്കെ ശലം കൃപയുള്ളവര് നാണം കെട്ട് പോകുന്ന അവസ്ഥ. അവിടെ നഗ്ന നൃത്തമാണ് ഈ കപ്പലിലുള്ളത്, ബോട്ടിലുള്ളത് എന്നാണ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്. ഒരുപക്ഷെ എല്ലാ ട്രിപ്പും കാണിയല്ലായിരിക്കും, ഭൂരിഭാഗം ട്രിപ്പിലുണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, അത് കണ്ടും കേട്ടും ആസ്വദിച്ച ആൾക്കാര് എന്ത് ചെയ്തു, അത് കേരളത്തിലോട്ട് സ്പോൺസർ ചെയ്തിരിക്കുക. അത് എന്തിന്റെ പേരിൽ? പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിലുള്ള ഇടവക പള്ളിയിൽ വിശുദ്ധ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച്, അമ്പ് തിരുനാൾ, അതുകൊണ്ട് ആ പേരിൽ ഓരോരുത്തരെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ ഡാൻസ് അതിഗംഭീരമായിട്ട് എത്രയാ 11 സ്റ്റേഷനുകളിൽ നമ്മൾ 14 കുരിശിനൊക്കെ ഈ പറയൂലോ, ദുഃഖവെള്ളിയാഴ്ച യേശുവിൻ്റെ 14 കുരിശിന്റെ വഴി നമ്മൾ ചെല്ലുക, അനുഷ്ഠിക്കുക എന്ന് പറയുന്ന പോലെ ഇത് 11 സ്ഥലത്ത് കാരണം എല്ലാവരും പങ്കെടുക്കണം. അതിനോട് ടൗണിന്റെ 14 സ്ഥലത്ത് സ്റ്റേജ് ഒരുക്കി മനോഹരമായ ബൾബുകൾ 100 കണക്കിന് ഒരുക്കി വെച്ച് ഇങ്ങനെയുള്ള ഈ ഡാൻസ്, ഇതിന് നേതൃത്വം നൽകുന്നത് ഇടവകയുടെ യൂണിറ്റ് ഭാരവാഹികളാണ്. ഓരോ യൂണിറ്റിന്റെയും പേരില് യൂണിറ്റുകാരാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്, ഇത് സംഘടിപ്പിക്കുന്ന യൂണിറ്റുകാരാണ്. അതിനെ ഓരോ ഈ 11 സ്ഥലത്ത് സ്പോൺസർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഓരോരോ മർച്ചന്റ് അസോസിയേഷൻകാര്, ജുവലറിക്കാര്, തുണിക്കാര്, ഇങ്ങനെയുള്ള ഓരോരോ വലിയ വലിയ ബിസിനസ്സുകാരെ കൊണ്ട് അത് സ്പോൺസർ ചെയ്യിപ്പിക്കുക. എന്നിട്ട് നഗ്ന നൃത്തം നടത്തി ജനങ്ങളെ മുഴുവൻ പാപം ചെയ്യിക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, പാപത്തിന് കൂട്ടുനിൽക്കുവാൻ കാശുള്ള അനേകര് സ്പോൺസർ ചെയ്യും. ഈ സ്പോൺസർ ചെയ്യുവാൻ ആളുണ്ടു എന്ന് കരുതി നമ്മൾ ഇങ്ങനെയുള്ള ദൈവം വെറുക്കുന്ന, ദൈവവചനം പാപം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ പള്ളിയുടെ വിശുദ്ധ കുർബാനയുമായി അല്ലെങ്കിൽ തിരുനാളുമായി ബന്ധപ്പെടുത്തി നടത്തുക എന്ന് പറയുന്നത് ഇത് മാത്രം വലിയ പാപമുണ്ടോ? അവിടെ ഒരു 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 ദേവാലയമില്ലേ? അതൊരു വൈദികരില്ലേ? വികാരിയച്ഛനില്ലേ? പാരീഷ് കൗൺസിലങ്ങളില്ലേ? തിരുനാൾ കമ്മിറ്റികളില്ലേ? അവിടെ ഭക്ത സംഘടനകളില്ലേ? അവിടെ വിശ്വാസ പരിശീലനം നടത്തുന്ന അധ്യാപകരില്ലേ? നിങ്ങളുടെയൊക്കെ അറിവോടെയല്ലേ ഇതെല്ലാം നടക്കുന്നത്? നിങ്ങളുടെ അറിവില്ലാതെ അഥവാ സമ്മതമില്ലാതെ ഇത് നടക്കുവോ? മാസങ്ങൾക്ക് മുമ്പേ ഇത് പ്ലാൻ ചെയ്ത പ്രോഗ്രാം അല്ലേ ഇത്? അപ്പൊ ആരെങ്കിലും കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ, കാശുള്ളവൻ, കോടികൾ മുടക്കാനുള്ളവൻ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമാണോ വിശ്വാസത്തിന്റെ മേഖലയിലുള്ള ഈ കാര്യങ്ങളൊക്കെ? നിങ്ങളുടെ അറിവോടെ ഇങ്ങനെ നടത്തിയത് വളരെയധികം തെറ്റ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇത് ഇവിടെ തുടക്കമിട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കെല്ലാം ഒരു ആവേശമായിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യും. കേരളത്തിന്റെ ഇനി പുതിയൊരു ഐറ്റമായിട്ട് എല്ലാ ഇടവുകളിലേക്കും പോകാനുള്ള ഏറെ സാധ്യതയുണ്ട്. ഇത് നടക്കുക എന്ന് പറയുന്നത് ഇടതുവശത്തും വലതുവശത്തും എന്നതുപോലെ 2 വലിയ ലോകം അറിയപ്പെടുന്ന 2 ധ്യാന കേന്ദ്രങ്ങളുണ്ട്, അപ്പുറേ ഇപ്പുറേ. അതിന്റെ നടുവിലാണ് ഇത്രയും വൃത്തികെട്ട നഗ്നനേത്രങ്ങൾ ഈ അമ്പ് തിരുനാളിന്റെ പേര് നടത്തിയെന്ന് പറയുമ്പോൾ എങ്ങനെ വേദനിക്കാതിരിക്കും? പരിശുദ്ധാത്മാവ് അല്പമെങ്കിലും ഉള്ളിലുണ്ടോ എന്ന് തോന്നുന്ന ഏതൊരു ആത്മീയ വ്യക്തിക്കും കരയാതിരിക്കാൻ പറ്റുകയില്ല. ഞാനിത് പറയുന്നതിന്റെ കാരണം ജെറമ്യായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ തിരുവചനം പറയുന്നു, എന്റെ ജനത്തിന്റെ മുറിവ് എന്റെ ഹൃദയത്തെ വ്രണമാക്കിയിരിക്കുന്നു, ആയതിനാൽ ഞാൻ ദുഃഖിതനാണ് എന്ന്. ജനത്തിന്റെ ഉള്ളിൽ വരുന്ന വലിയ പാപം അതൊരവരുടെ മുറിവാണ്. അത് എൻ്റെ ഹൃദയത്തെ വ്രണമാക്കിയിരിക്കുന്നു. എന്നെ പോലെ വേദനിക്കുന്ന അനേകരുണ്ട്. കുറെ പേരെങ്കിലും എന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തത്. പ്രിയമുള്ളവരെ, ആ നഗ്ന നിത്രം കണ്ട ചെറുപ്പക്കാര്, കുട്ടികള്, യുവജനങ്ങൾ ഭയങ്കര ജനക്കൂട്ടമാ. അവരെല്ലാം തുള്ളി ചാടുകയാണ്. അവരെ കൈയൊക്കെ ഉയർത്തി ആർപ്പ വിളിക്കുകയാണ്, ഡാൻസ് ചെയ്യുകയാണ്. എല്ലാരും മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ലൈവായിട്ട് കാണുകയല്ലേ. ഈ എല്ലാവരെയും ലൈംഗിക തൃഷ്ണതയിൽ കൊണ്ടുവരുന്ന, ലൈംഗികമായി അവരെ ഉത്തേജിപ്പിക്കുന്ന, ഉണർത്തുന്ന ഈ തെറ്റ്, ഈ പാപം അവിടെ പരസ്യമായിട്ട് നടക്കുമ്പോൾ ഇതെല്ലാം ആവേശം കൊണ്ട് ഇവരെല്ലാം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അന്ന് രാത്രി എന്തായിരിക്കും ചെയ്യുന്നത് ഊഹിക്കാവുന്നല്ലേ? ചെറുപ്പക്കാരെല്ലാം ഇത് ഓർത്തുകൊണ്ട് ഇതാ
സ്വയം ഭോഗം ചെയ്യും. അവരുടെ ലൈംഗികമായ വികാരങ്ങൾ മുഴുവൻ പാപം ചെയ്തങ്ങ് തീർക്കും. വിവാഹം കഴിച്ചവരെല്ലാം ഈ കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെടും. അതെന്താണ്? വ്യഭിചാരം. ചാലക്കുടി ദേശം മുഴുവനുള്ളവർക്ക്, ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഈ 6-ാം പ്രമാണം എന്ന പാപം ചെയ്യിക്കുവാനായിട്ട് പരസ്യമായി ഒരു ആഹ്വാനം നിങ്ങൾ ചെയ്തു കൊടുക്കുകയല്ലേ, ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പ്രവൃത്തി വഴി. ബൈബിൾ എന്താ പറയുന്നത്? നമ്മൾ കുമ്പസാരത്തിൽ പറയാറുണ്ട്, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഞാൻ എങ്ങനെ വെറുത്തുപേക്ഷിക്കുന്നു എന്ന്. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ പാപ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, അകന്നു നിൽക്കണം. സാഹചര്യമാണ് ഒരാളെ പാപത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് പാപ സാഹചര്യങ്ങളെ ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുന്നു എന്ന് കൂദാശയിൽ, ഒരു കൂദാശ, കുമ്പസാരം എന്ന കൂദാശ നമ്മൾ ഏറ്റുപറയുക. അങ്ങനെ ഒരു കാര്യം നമ്മൾ വിശ്വാസപരമായി ചെയ്യുന്ന നമ്മൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇടവക വൈദികര് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക ജനത്തിന് മുമ്പിൽ. മക്കളെ, നിങ്ങള് വിദേശ നാട്ടിൽ പോകണ്ട, റഷ്യയിൽ പോകണ്ട, ആ സുന്ദരികളെ കാശുകൊട്ട് ഇങ്ങോട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ജനത്തിന്റെ മുമ്പിൽ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക, തൊട്ടടുക്കെ നിന്ന്. എന്നിട്ട് ഇത് കണ്ടെല്ലാം ഇത് സാഹചര്യം ഒരുക്കി കൊടുക്കുമല്ലേ പാപം ചെയ്യാനായിട്ട്. അന്ന് രാത്രി എത്ര നാളിനി ഇവര് ഓർത്തോണ്ട് എല്ലാരും മൊബൈലിനകത്ത് എടുത്തിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കാണാൻ. ഇതെല്ലാം ഓർത്തോണ്ടാ പിറ്റേ ദിവസം തിരുനാളിനും വരുന്നത്. പള്ളിക്കകത്ത് കയറുന്ന കുറച്ചു പേരേ ഉള്ളൂ. എങ്കിലും അവരെന്നാ വിശുദ്ധ കുർബാന കാഴ്ചയായിട്ട് കാണുകയും കുർബാന സ്വീകരിച്ചിട്ട് പോവുകയും അയോഗ്യതയോടെ അപ്പം ഭക്ഷിക്കാൻ ആത്മീയ നേതൃത്വം തന്നെ കളമൊരുക്കി കൊടുക്കുക. കണ്ടോ എന്റെ പ്രിയമുള്ളവരെ, ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന കമ്മിറ്റിക്കാര്, പാരീഷ് കൗൺസിൽ അംഗങ്ങള്, അവിടെ ഭക്തസംഘടനകളില്ലേ, ഭക്തസംഘടനകൾ. നിങ്ങൾ ഭക്തസംഘടനയാണോ? നിങ്ങളുടെ അറിവോടെയല്ലേ ഇത്? ആർക്കെങ്കിലും നോ പറയുന്ന സ്നാപയോഹന്മാർ അവിടെ ഇല്ലായിരുന്നോ? ഈ പാപം ചെയ്യാൻ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക. ഇതാണോ തിരുനാള്? ആ വിശ്വാസികളുടെ വിശുദ്ധീകരണമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷ? ഇത് ഒരു ഇടവയെ സംബന്ധിച്ച് പറയുന്ന കാര്യമല്ല. ഇതുപോലെ ഇതിന് സദൃശ്യമായ അനേക സംഭവങ്ങളാണ് പല തിരുനാളുകളുമായി അനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. തലേദിവസവും ഒക്കെ എന്നതാ നടക്കുന്നത്? DJ പരിപാടി. ഇവിടെയുണ്ട് DJ പരിപാടി ഉണ്ടായിരുന്നു. DJ പരിപാടി, ഗാനമേള, ഫാഷൻ പരേഡ്. ഫാഷൻ പരേഡ് എന്ന് പറഞ്ഞാൽ തന്നെ നഗ്നമായിട്ട് നടന്നു വരിക എന്നുള്ളതാ അല്ലേ? ഫാഷൻ പരേഡ്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിലുള്ള പള്ളിയില് നഗ്നനൃത്തം, ഫാഷൻ പരേഡ്, DJ പരിപാടി ഇന്ന് പല പള്ളികളിൽ നടക്കുക. അന്ന് ലൈറ്റൊക്കെ അങ്ങോട്ടിട്ട് വെടിവിടുമ്പോ ഭയങ്കര ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ അതിനകത്ത് പുകുറ്റി പോലെ തെറിച്ച് വീണ് ചെറുപ്പക്കാരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് മതിമറപ്പിച്ച് കണ്ടോ വിടുന്ന പരിപാടി. ഇത് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, പള്ളിയുമായി അടുത്ത് ഇടപെടുന്ന പള്ളി കമ്മിറ്റിക്കാരെ, പാരീഷ് കൗൺസിലങ്ങളെ, പ്രിയപ്പെട്ട വൈദികരെ, ഇതല്ല തിരുനാളിന് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതല്ല ക്രിസ്തുവിൽ നമ്മൾ പഠിച്ചത്. ഇത് ഒഴിവാക്കേണ്ടതല്ലേ? തിരുനാളുകൾ ഓരോന്നും ദൈവജനത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയുള്ളത്. മറ്റു പള്ളികളിലുള്ളവരോട് ഞാൻ പറയുകയാണ്, പള്ളിയും പള്ളി പരിസരവും പരിശുദ്ധമാണ്. പള്ളി കോമ്പൗണ്ടിലോട്ട് നമ്മൾ ഇങ്ങനൊരു സാധനം നമ്മൾ കൊണ്ടുവരരുത്. ദേവാലയവുമായി ബന്ധപ്പെട്ട് തിരുനാളുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ഏത് പ്രോഗ്രാമും ആ വ്യക്തിയുടെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതായിരിക്കണം. ആത്മീയ വളർച്ചയ്ക്ക് ഉതകാത്ത ഒരു കലാപരിപാടികളും നമ്മൾ നമ്മുടെ ദേവാലയങ്ങളുമായി തിരുനാളുമായി ബന്ധപ്പെട്ട് നടത്തരുത്. ഇത് കേൾക്കുന്ന ഉയർന്ന നിലവാരത്തിൽ സഭാതലങ്ങളിലുള്ള അധികാരികൾ ശ്രദ്ധിക്കണം. അഭിവന്യ പിതാക്കന്മാര്, സ്നേഹത്തോടെ പറയും, അഭിവന്യ പിതാക്കന്മാരെ, നിങ്ങളുടെ അറിവോടെയാണോ ഇതൊക്കെ നടക്കുന്നത്? അറിയുന്ന പക്ഷമെങ്കിലും ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ താക്കീത് നിങ്ങൾ ചെയ്യുമോ? ഇതൊരു വിശ്വാസികളുടെ, അനേകം വിശ്വാസികളുടെ വേദനയിൽ നിന്നുള്ള അപേക്ഷയായിട്ട് കണ്ടാൽ മതി. ഇത് നേരത്തെ മുൻപ് പുറപ്പാട് പുസ്തകത്തിൽ ഇതുപോലെ സംഭവം പറയുന്നുണ്ട്. 32-ാം അധ്യായത്തില് നേതാവ് മോശ പ്രാർത്ഥിക്കുവാൻ മലയിലോട്ട് പോയി, സീനായി മലയിലേക്ക് പോയി. നാളുകൾ പലത് കഴിഞ്ഞു, 10-40 ദിവസമായി, കാണുന്നില്ല, ആളെ കാണുന്നില്ല. അതുകൊണ്ട് താഴ്വാരത്തിൽ ഇരിക്കുന്ന ജനങ്ങളെല്ലാം അഹ്റോന്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങൾക്ക് ആരാധിക്കണം എന്ന് പറഞ്ഞു. അഹ്റോൻ ആരാ? പുരോഹിതന്. പോരെ, ഒരു പുരോഹിതനെ ദൈവം മോശയ്ക്ക് സഹായിക്കാൻ വേണ്ടി കൊടുത്തതാ. ഒട്ടനെ ഈ അഹ്റോൻ എന്ന പുരോഹിതൻ പറയുക, നിങ്ങളുടെ കഴുത്തേലും കാലിലും ശരീരത്തിലുള്ള സ്വർണം മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ, എല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോവാ.
അവരെല്ലാം എന്ത് ചെയ്തു? ഇസ്രായേൽ ജനങ്ങളിലെ സ്ത്രീകളെല്ലാം അവരുടെ കഴുത്തിലും ചെവിയിലും കാതിലും ഒക്കെയുള്ള എല്ലാ സ്വർണങ്ങളും കൊണ്ട് അവന്റെ കൊണ്ട് കൊടുത്തു. അവൻ അത് തീയിലിട്ടുരുക്കി. 32-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, അവൻ അത് വാങ്ങി മൂശയിൽ ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ, ഇസ്രായേൽ ജനം മുഴുവൻ ഈ കാളക്കുട്ടിയെ കണ്ടപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന, മോചിപ്പിച്ചു കൊണ്ടുവന്ന ദേവൻ ഇതാ. ആര്? കാളക്കുട്ടി. ഇത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, നാളെ കർത്താവിന്റെ ഉത്സവ ദിനമായിരിക്കും. അവർ പിറ്റേന്ന് അതികാലത്തെ ഉണർന്ന് ഹോമയാഗങ്ങളും അനുരഞ്ജന കൂദാശകളും അർപ്പിച്ചു. അപ്പൊ ഈ കാളക്കുട്ടന്റെ മുൻപിൽ എന്നാ ചെയ്തു? അഹ്റോൻ പറയുക, നാളെ നമുക്ക് ഇതിന്റെ മുൻപിലാണ് ബലി അർപ്പിക്കേണ്ടത്. പോരെ? അപ്പൊ പിറ്റേ ദിവസം ഇവരെല്ലാം ഒരുങ്ങി വരിക. ഈ കാളക്കുട്ടന്റെ മുമ്പിൽ, ബിംബത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിച്ച് അവരിനെ ഹോമയാഗങ്ങൾ അർപ്പിച്ചു. ഹോമയാഗങ്ങൾ. അപ്പൊ ബലി അർപ്പിക്കുക. ഏതിനു മുമ്പിൽ? സത്യദൈവത്തിന് മുമ്പിലാണോ? അല്ല, ഈ കാളക്കുട്ടിയുടെ മുമ്പിൽ. അതിനെ ദൈവമായിട്ട് കണ്ട് ആരാധിച്ച് ബലി അർപ്പിച്ചു കൊടുക്കുകയാണ്. ആര്? പുരോഹിതൻ. ജ്ഞാനം നഷ്ടപ്പെട്ട പുരോഹിതൻ. ജനം എന്ത് ചെയ്തു? ജനം തീറ്റിയും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. ജനങ്ങൾ ബലിയർപ്പിച്ചു, പിന്നെ തീറ്റിയും കൂടി അവിടെ ഉണ്ടായിരുന്നു. തിന്നുക, കുട്ടിക്കുക. കണ്ടോ? ഇത് ബൈബിളിൽ പറയുന്ന പോലെ, പുതിയ നിയമം പറയുന്ന പോലെ തന്നെ. ബലിയർപ്പിക്കുക, തിന്നുക, കുട്ടിക്കുക. പിന്നെ മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. സെക്സ്. 10 കമാൻഡ്മെന്റ്സ് സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഭാഗം കാണിക്കുന്നുണ്ട്. കാളക്കുട്ടിയുടെ മുമ്പിൽ ഇവർ വീഞ്ഞു കുടിക്കുന്നു, തിന്നുന്നു, കുട്ടിക്കുന്നു. സ്ത്രീ പുരുഷന്മാര് നഗ്ന നൃത്തം അവർ നടത്തുകയായി. എല്ലാവിധ അവീത പ്രവർത്തികളും പരസ്യമായിട്ട് ചെയ്യുക. അവർക്ക് ലജ്ജയില്ലായിരുന്നു. ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? ഇത് തന്നെ ബലിയർപ്പിക്കുക. വരുന്നതിനാ തിന്നുക, കുട്ടിക്കുക. ഇങ്ങനെയുള്ള മറ്റ് വിനോദങ്ങൾ, നമ്മുടെ ശരീരത്തിന് സന്തോഷം നൽകുന്ന വിനോദങ്ങളിൽ ഏർപ്പെടുന്ന പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടല്ലേ, ജഡത്തെ സുഖിപ്പിക്കുന്ന പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ തിരുനാളുകൾ, ബലിയർപ്പണങ്ങൾ, ആഘോഷങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് ആരാ? അഹ്റോൻ എന്ന പുരോഹിതൻ. ദൈവം ഇത് അറിഞ്ഞു. ദൈവം മോശയോട് പറഞ്ഞു, എടാ താഴോട്ട് ഇറങ്ങിച്ചെല്ല്, അവര് പാപം ചെയ്തു, അവർ എന്നെ വേദനിപ്പിച്ചിരിക്കുക, താഴോട്ട് ഇറങ്ങിച്ചെല്ല്. ഇവർ ദുശാഠ്യക്കാരായ ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ നീ എന്നെ തടയരുത്, ഞാൻ അവരെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് ദൈവം പറയുക. നീ എന്നെ തടയരുത്, ഞാൻ അവരെ നശിപ്പിക്കാൻ പോവുക. അത്രമാത്രം ഒരു പാപം ചെയ്തു എന്ന്. പിന്നെ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് കേണപേക്ഷിച്ചു, എന്റെ ദൈവമേ, അങ്ങല്ലേ വിടുവിച്ചുകൊണ്ട് വന്നത്, അങ്ങയുടെ ദൈവമല്ലേ, അങ്ങല്ലേ അത്ഭുതകരമായി ഇവരെ നടത്തിയത്, അതുകൊണ്ട് അങ്ങയുടെ ജനത്തിന്റെ മേൽ അങ്ങ് കോപിക്കരുതേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുൻപിൽ മോസസ് ഇതാ ഇടനിലക്കാരനായി നിന്ന് കരഞ്ഞ് മാപ്പപേക്ഷിക്കുക. കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ദൈവം ഒരു വിധത്തിൽ ദൈവത്തെ ശാന്തമാക്കി. ഒരു വിധത്തിൽ ദൈവം ശാന്തമായി എന്ന് 14-ാമത്തെ വാക്യത്തിൽ പറയുക. എന്നിട്ട് താഴോട്ട് ഇറങ്ങി വന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന, മോശയുടെ കയ്യിലുണ്ടായിരുന്ന ആ കൽപ്പലകള്, 10 പ്രമാണങ്ങള്, അത് കാളക്കുട്ടിയുടെ നേരെ, വിഗ്രഹത്തിന് നേരെ തല്ലി ഉടച്ചത്. ആ കാളക്കുട്ടനെ തല്ലി ഉടച്ച് പൊടിച്ച് ചാരമാക്കി അത് വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനങ്ങളെ കുടിപ്പിച്ചു. മോശയതക്കാരും അഹ്റോനെ വിളിച്ചു. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ ഈ പണി ചെയ്തത്? നിന്നെ ഒന്ന് നോക്കാൻ വേണ്ടി, ദൈവജനത്തെ നോക്കാൻ ഏൽപ്പിച്ചതല്ലേ, നോക്കണമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്താ നീ ചെയ്തത്? അയ്യോ യജമാനെ, എന്നോട് ക്ഷമിക്കണം, അവർക്ക് ആരാധിക്കാൻ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു, അവര് സ്വർണം തന്നു, ഞാൻ തീയിലോട്ട് ഇട്ടപ്പോ ഒരു സാധനം പൊങ്ങി വന്നു. അതങ്ങനെ എഴുതിയിരിക്കുന്ന ബൈബിളില് 32:24 പറയുകയാണ്, ഞാൻ പറഞ്ഞു സ്വർണം കൈവശമുള്ളവൻ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു, ഞാൻ അത് തീയിലിട്ടു, അപ്പോഴൊരു കാളക്കുട്ടി പുറത്തോട്ട് വന്നു എന്ന്. കാളക്കുട്ടി പുറത്തോട്ട് വന്നു. ഞാൻ എന്നാ ചെയ്യാനാ? വേളി നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചു. 4-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവൻ മൂശയൊരുക്കി അതിനൊരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇത് കോരി ഒഴിച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി എന്നാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. മറ്റടുത്ത് പറയുക അങ്ങനെ ഉണ്ടായി വന്നെന്ന്. എക്സ്ക്യൂസ് പറയുക, സ്കിപ്പ് അടിച്ചു പോകുക. ഇന്നിപ്പോ ഇതിന് അധികാരപ്പെട്ട വൈദികരോട് ചോദിച്ചാൽ ഇവര് പറയുക, അയ്യോ കമ്മിറ്റിക്കാരെല്ലാം നിർബന്ധിച്ചു, വരാൻ പോകുന്ന പ്രോഗ്രാം എന്താണെന്ന് അറിയാൻ മേലായിരുന്നോ, പ്രോഗ്രാം എന്താണെന്ന് അറിയാതെ ഞങ്ങളങ്ങ് സമ്മതിച്ചതാ. അങ്ങനെ പറഞ്ഞു ഒഴിവാൻ പറ്റുമോ? നാളുകൾക്ക് മുമ്പേ നടന്ന സംഭവം
സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ? ഒരു ഇടവകയിൽ ഏത് പരിപാടി നടന്നാലും ഇടവക വികാരി അറിയാതെ ഒരു പ്രോഗ്രാമിൽ ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയല്ലേ? അങ്ങനെ ആയിരിക്കണം. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുൻപ് ജീവിച്ചു. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തി മാമോദിസ സ്വീകരിക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു? വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലുള്ള എല്ലാവിധ അഴിഞ്ഞാട്ടങ്ങളിലും മധുരോത്സവങ്ങളിലും അനാശാസ്യ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഏർപ്പെട്ടു. പക്ഷേ നമ്മൾ മാമോദിസ മുങ്ങിക്കഴിഞ്ഞു, അതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവരുടെ ദുഷ്പ്രവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയാണ്. അവര് വിസ്മയിക്കുന്നു. ഇത് സഭാ മക്കളോട് ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ പറയുക, ഇപ്പോൾ നിങ്ങൾ വിജാതിയരുടെ പ്രവർത്തികളിൽ ഏർപ്പെടാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയാണ് നിങ്ങളെ കണ്ടിട്ട്. മുമ്പ് നിങ്ങൾ അതൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. ചെയ്യാത്തത് കാണുമ്പോൾ വിസ്മയിക്കുന്നു എന്ന്. സത്യത്തിൽ ഇപ്പോഴും വിസ്മയിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും വിജാതിയർ ക്രിസ്ത്യാനികളെ കണ്ട് വിസ്മയിക്കുക. അത് ഇതുപോലെയുള്ള വിസ്മയമല്ല. ഏത് വിസ്മയമാണ്? ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന അവർ ക്രിസ്ത്യാനികൾ വിജാതീയരായ നമ്മൾ പോലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നേ വരെ ഒരു അമ്പലങ്ങളിലും ഒരു ക്ഷേത്രങ്ങളിലും അതിനോടനുബന്ധിച്ച് ഈ നഗ്നനൃത്തം, DJ പരിപാടി, ഈ ഫാഷൻ പരേഡ്, ഇങ്ങനെയുള്ള പരിപാടി നടന്നിട്ടേ ഇല്ല അല്ലേ? സത്യത്തിൽ അവരല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ എന്നാ ഇത്? ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന, കർത്താവിന്റെ നാമം പേറുന്ന, കുരിശ് കഴുത്തയിട്ടുകൊണ്ട് നടക്കുന്ന, ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ പള്ളിയും പള്ളിക്കാരും ഇത് ചെയ്യുന്നത് കാണുമ്പോൾ വിജാതിയർ അത്ഭുതപ്പെടുന്നു, അതിശയിക്കുന്നു. എഫേസോസ് അതിന്റെ 4-ാം അധ്യായം 18 മുതലുള്ള തിരുവചനം ഇങ്ങനെ പറയുന്നു: ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ്, ഭോഗാസക്തിക്ക് നിറഞ്ഞ്, എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ, ഒന്നിനൊന്ന് ആവേശത്തോടെ മുഴുകി പാപം ചെയ്തു. നിങ്ങൾ ഇതല്ല ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് എന്ന് സഭാ മക്കൾക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനമാണിത്. പ്രിയ ദൈവജനമേ, പ്രിയമുള്ളവരെ, പാപത്തെ ഇത്രമാത്രം ആക്രാന്തത്തോടെ വാരിപ്പുണരുന്ന, കെട്ടിപ്പിടിക്കുന്ന ഒരു സമൂഹമായിട്ട് ക്രൈസ്തവ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, ഭക്താനുഷ്ഠാനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതിനപ്പുറത്ത് പാപത്തെ വാരിപ്പുണരുന്ന ഒരു സമൂഹം വർദ്ധിച്ചു വരികയാണ്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ ഇതല്ല പഠിച്ചത് എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്തുവിൽ നിന്നാണ്. യേശു എവിടെയാണ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ പറയുന്നു: ജഡീകമായി ജീവിക്കുന്നവർ ജഡീക കാര്യങ്ങളിൽ മനസ്സുകൊണ്ട് വയ്ക്കും. ഇതിൻ്റെയൊക്കെ പിന്നെ ഇത് ഓർഗനൈസ് ചെയ്യുന്നവര് ഏത് പള്ളിയിലായിക്കോട്ടെ, ഓൾ കേരള എവിടെയായാലും ഇങ്ങനെയുള്ള ജഡീക താല്പര്യങ്ങളെ ഉണർത്തുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ, DJ പ്രോഗ്രാമുകൾ നമ്മുടെ യൂത്തുകളെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അത് സംഘടിപ്പിക്കുന്നവരുടെ ഉള്ളിലെ അശുദ്ധി, ആസക്തിയും ഇവിടെ വെളിപ്പെടുത്തുക. ജഡീകമായി ജീവിക്കുന്നവർ ജഡീക കാര്യങ്ങളിൽ അവർ മനസ്സ് വയ്ക്കുന്നു. അവർക്ക് അങ്ങനെയുള്ള പ്രോഗ്രാമാണ് നടത്താൻ ഇഷ്ടം. ജഡീകമായി ജീവിക്കുന്നവർ ദൈവത്തിന്റെ ശത്രുവാണ് എന്ന് ബൈബിൾ പറയുന്നു. ജഡീകമായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കുമെന്ന് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളെല്ലാം പറയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ബൈബിൾ നമ്മൾ ചെയ്യുന്ന ഈ പാപത്തിനെല്ലാം എതിരാണ്. നമ്മൾ യേശുവിനോട് ഐക്യപ്പെട്ടവരാണ്. ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകർ ഏത് പള്ളിയിലും ആയിക്കോട്ടെ, നിങ്ങൾ ദൈവജനങ്ങളെ അവരുടെ ഉള്ളിലുള്ള അശുദ്ധിയെ, ആസക്തിയെ, പാപം ചെയ്യാൻ തട്ടി ഉണർത്തുമ്പോൾ നിങ്ങളെ മേൽ വരുന്ന ശിക്ഷാവിധി എത്രയോ കഠിനമാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 11-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്: യുവാവേ, യുവത്വത്തിൽ നീ നിന്റെ യുവത്വത്തിന്റെ പ്രേരണകളെയും
കണ്ണിന്റെ അഭിലാഷങ്ങളെയും ഹൃദയത്തിന്റെ പ്രേരണകളെയും നീ പിഞ്ചൊല്ലുക. എന്നാൽ ഇതിനെല്ലാം കർത്താവ് ഒരിക്കൽ കണക്കു ചോദിക്കേണ്ടി വരുമെന്ന് പറയാം. ഇപ്പൊ നമുക്ക് തോന്നുന്നു നമ്മുടെ സുഖം, നമ്മുടെ സന്തോഷം, കണ്ണിന് ഇഷ്ടമുള്ളതെല്ലാം കാണുക കാണുക കാണുക, ശരീരത്തിന് ഇഷ്ടമുള്ള ശരീര സുഖത്തിന് ആവശ്യമുള്ള എല്ലാ ജട്ടിക കാര്യങ്ങളും ചെയ്തു കൂട്ടുക, കാഴ്ച കൂട്ടുക, കുട്ടിക്കുക, മദ്യപിക്കാത്ത ഒരു 10 പേരെങ്കിലും മാറ്റി നിർത്താം ഒരു ഇടവകയിൽ. നമ്മൾ ഒത്തിരിയധികം യുവജന സംഘടനകൾ എല്ലാ പള്ളികളിലും രൂപതകൾക്കുണ്ടല്ലോ. ഒരു 10 യുവജനങ്ങളെ സംഘടനയിൽപ്പെട്ട 10 പേരെ മാറ്റി നിർത്താനുണ്ടോ ഒരിടവകയില്? ഇല്ലെങ്കിൽ നാളത്തെ വിശ്വാസികൾ, സഭ അവരല്ലേ? നാളത്തെ സഭ നമ്മുടെ യുവജനങ്ങളാണ്, അവരുടെ കയ്യിലാണ് ഇതെല്ലാം വന്നു ചേരുന്നത്. ഈ പാപത്തിൽ കഴിയുന്ന യുവജന തലമുറകളുടെ മേല് അവരാണ് സഭയെ നയിക്കേണ്ടതെങ്കിൽ സഭ എങ്ങനെ ഇരിക്കും നാളെ? ബൈബിൾ എന്താ പറയുന്നത്? നോഹയുടെ കാലഘട്ടത്തെ എങ്ങനെയായിരുന്നു, ലോത്തിന്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു, അതുപോലെ ആയിരിക്കും അന്ത്യ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ സഭയുടെ അവസ്ഥയാ പോക്ക. ലോത്തിന്റെ കാലഘട്ടം സ്വർഗഭോഗം, ഹോമോസെക്സ്വാലിറ്റി, അതെല്ലാം വർദ്ധിച്ചു വന്നു. നോഹയുടെ കാലഘട്ടം തിന്നുക, കുട്ടിക്കുക, ആനന്ദിക്കുക, തിന്നുക, കുട്ടിക്കുക, സുഖിക്കുക, തീറ്റി കുടി. ഇന്ന് വൈകുന്നേരങ്ങളിൽ വീടുകളിൽ വൈകുന്നേരം ആഹാരം കഴിക്കാറില്ല. ചെറുപ്പക്കാരും കുടുംബമായിട്ടും വീട് വിട്ട് വഴിലോട്ടിറങ്ങുക, ഹോട്ടലിൽ പോയി കഴിക്കുക, കുടിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ദൈവവചനത്തെ തള്ളിക്കളയരുത്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനത്തിലൂടെ ഇന്ന് ഈ കാലഘട്ടത്ത് ദൈവം സംസാരിക്കുക. 2 കൊരിന്തോസ് 5:10 പറയുന്നു. എന്താ പറയുന്നത്? നിങ്ങൾ ശരീരത്തിൽ ഈ കാലഘട്ടത്ത് ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മയ്ക്കും തിന്മയ്ക്കും വിധിയുടെ മുമ്പിൽ, കർത്താവിന് മുമ്പിൽ വിധി ദിവസം നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. എന്റെ മനസ്സിൽ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി ജ്വലിക്കുകയാ. യെരമ്യാ പറയുന്ന പോലെ ഞാനിത് കരയുകയാ. മനസ്സിലായോ? റോമാക്കാർക്ക് ലേഖനം 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനം എന്താ പറയുന്നത്? ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ദൈവം പറയുക. എനിക്ക് വേണ്ടിയിട്ട് ബാലിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഈ പാപത്തിന്റെ മുമ്പിൽ, അശുദ്ധിയുടെ മുമ്പിൽ, ഈ 1-ാം പ്രമാണത്തിന്റെയും 6-ാം പ്രമാണത്തിന്റെയും ഇങ്ങനെയുള്ള ലോകാസക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ അന്ന് കർത്താവ് മാറ്റിവെച്ചെങ്കിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇന്നും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗത്തെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്നും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരവശിഷ്ട ഭാഗത്തെ ദൈവം ഒരു ചെറിയ ഗണത്തെ ഒരുക്കിക്കൊണ്ടിരിപ്പുണ്ട്. അതിനകത്തെ ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഉൾപ്പെടാനായിട്ട്. അതുകൊണ്ട് ദേവാലയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എല്ലാ ഇടവകളിലും തിരുനാളിനോടനുബന്ധിച്ച് നടത്തുമ്പോൾ 2 വട്ടം ചിന്തിക്കണം, നടത്തണോ വേണ്ടിയോ എന്ന്. ഓരോ വൈദികരുടെയും ഇടവവികാരിയുടെ ചുറ്റിനും എപ്പോഴും സ്തുതിപാഠകരുണ്ട്, ഇഷ്ടംപോലെ സ്തുതിപാഠകര്. വൈദികർക്ക് അവരെ കൊണ്ട് വ്യക്തിപരമായ പല ആവശ്യങ്ങളും കിട്ടും. അതുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളാണ് കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. ഒന്നാമത് ഇടവയ്ക്ക് വലിയ പേരുണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് കമ്മിറ്റിക്കാർക്കും അച്ഛന്മാർക്കും ഉണ്ടാകുന്നത്. ഇതിന്ന് പിന്തിരിയണം. ഇടവചനത്തിന്റെ ആത്മീയ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ വികാരി അച്ഛന്മാരും. അഹ്റോൻ ഒരു പുരോഹിതനായിരുന്നു. അന്ന് മോശ ഇറങ്ങി വന്നപ്പോൾ എത്ര പേര്? 3000 പേരാണ് അവിടെ മരിച്ചു വീണത്. 3000 പേര്. എന്നിട്ട് പറഞ്ഞ ദൈവത്തിന്റെ പറ്റത്തുള്ളവരെ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ലേവി കുടുംബത്തിലുള്ളവരെല്ലാം ഇങ്ങോട്ട് മാറുന്നു, വേറെ ആരും മാറുന്നില്ല. അപ്പൊ അങ്ങനെ മാറുന്നപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇന്നു നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തരും തന്റെ പുത്രനും സഹോദരന്മാർക്കും എതിരെ നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്നൊരു അനുഗ്രഹം തരും. ഓരോരുത്തരും തന്റെ പുത്രനും സഹോദരന്മാർക്കും എതിരെ നിന്നതുകൊണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? കാരണം അവരുടെ ലേവി ഗോത്രത്തിന് മറ്റുള്ള എല്ലാ ഗോത്രങ്ങളും അവരുടെ സഹോദര ഗോത്രങ്ങളാ. അവരുടെ അപ്പന്മാരുടെ ഗോത്രങ്ങളാണ് എല്ലാ ഗോത്രങ്ങളും പാപം ചെയ്തു. അപ്പൊ മോശ പറഞ്ഞു, ദൈവത്തിന്റെ പക്ഷത്തുള്ളവർ, ദൈവത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നവർ, വിശുദ്ധിയോട് ചേരാൻ ആഗ്രഹിക്കുന്നത്, നിത്യത ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ലേവി ഗോത്രക്കാര് മാത്രം ഓരോരുത്തർ തീരുമാനം എടുത്ത് മാറുന്നു. അപ്പൊ അവരുടെ സ്വന്തം സഹോദരങ്ങളെ, കുടുംബങ്ങളെ, മറ്റു ഗോത്രങ്ങളെ എല്ലാം അവരുടെ സ്വന്തം രക്തത്തിലുള്ളവരാ, മറ്റെല്ലാം
അവരെയെല്ലാം വിട്ട് അവർക്ക് മാറി നിൽക്കാൻ പറ്റി. അതാണ് ഇവിടെ ഇരിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളെ, കുടുംബക്കാരെ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ മാറി നിന്നത് കൊണ്ട് ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ. കർത്താവിന്റെ പക്ഷത്ത് ചേർന്ന് നിന്നൊരു തീരുമാനമെടുക്കാൻ, വിശുദ്ധിയോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വരും, നിങ്ങളുടെ സ്നേഹിതരിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വരും, സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ഒറ്റപ്പെടേണ്ടി വരും, ഇടവക ജനത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വരും. മനസ്സിലായോ? അതാണ് ഒരവശിഷ്ട ഭാഗത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അങ്ങനെ മാറ്റി നിർത്തപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയുണ്ടാകും, നിത്യത കാണാൻ പറ്റും. ലേവി ഗോത്രമാണ് പുരോഹിത ഗോത്രമായിട്ട് പിന്നീട് മാറ്റപ്പെട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വൈദികര് ദൈവജനത്തിന്റെ വിശുദ്ധീകരണത്തിനായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ദൈവജനത്തെ പാപത്തിലേക്ക് ഒരിക്കലും നയിക്കാൻ ഇടവരുത്. ദൈവജനം പാപത്തിൽ ജീവിക്കേണ്ടവരല്ല, അവർ ദൈവവചനത്തിൽ വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ് എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ ബെത്ലഹേം ടിവിയുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ബട്ടൺ അമർത്തി അത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അത് ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.